ശോഭ ഹൈടെക് സിറ്റിക്കെതിരെ നിയമസഭാ പരിസ്ഥിതി സമിതി പദ്ധതി വലിയ പരിസ്ഥിതി ദുരന്തം വിളിച്ചുവരുത്തുമെന്ന് സമിതി കണ്ടെത്തി. പദ്ധതിക്കായി കായൽ നികത്താനും കുന്നിടിക്കാനും അനുമതി നൽകരുതെന്ന് സർക്കാരിനോട് സമിതി ശുപാർശ ചെയ്യും. ഇന്ന് തിരുവനന്തപുരത്ത് ചേർന്ന പരിസ്ഥിതി സമിതി യോഗം അന്തിമ ശുപാർശ അംഗീകരിച്ചു. ശോഭ ഡെവലപ്പേഴ്സിന്റെ നിർദ്ദിഷ്ട ഹൈടെക് സിറ്റി വരുന്ന വളന്തക്കാട് ദ്വീപിൽ കണ്ടൽക്കാടിൽ നിന്ന് സെസ് കണ്ടെത്തിയതായി വ്യവസായ വകുപ്പ് നിയമസഭാ പരിസ്ഥിതി സമിതിയെ അറിയിച്ചു. വളന്തക്കാടിന് പ്രത്യേക പരിസ്ഥിതി പ്രാധാന്യവുമില്ല, തീരദേശ നിയമത്തിന്റെ ലംഘനവും വരുന്നില്ല. കേരളം വീണ്ടെടുത്തു, നിക്ഷേപകരുടെ വിശ്വാസം. വ്യവസായ വകുപ്പ് ഇന്ന് ദിനപത്രങ്ങളിൽ പ്രസിദ്ധീകരിച്ച മുഴുവൻ പേജ് പരസ്യത്തിന്റെ തലക്കെട്ടാണിത്. LDF സർക്കാരിന്റെ വ്യവസായ രംഗത്തെ പ്രധാനപ്പെട്ട നേട്ടങ്ങളിൽ ഒന്നായി കാണിക്കുന്നത് എറണാകുളത്ത് 75,000 പേർക്ക് തൊഴിൽ ലഭിക്കുന്ന ശോഭ ഹൈടെക് സിറ്റിക്ക് ധാരണാപത്രം ഒപ്പിട്ടതാണ്. എന്നാൽ ശോഭ ഹൈടെക് സിറ്റി കേരളം കണ്ട ഏറ്റവും വലിയ പരിസ്ഥിതി ദുരന്തം വിളിച്ചുവരുത്തുന്ന ഒന്നായിരിക്കുമെന്നാണ് നിയമസഭാ പരിസ്ഥിതി സമിതി കണ്ടെത്തിയിരിക്കുന്നത്. സമിതിയുടെ അന്തിമ ശുപാർശകൾ നിയമസഭയ്ക്ക് മുമ്പാകെ സമർപ്പിക്കാനിരിക്കുകയാണ്. റാംസർ സൈറ്റായ വേമ്പനാട് കോൾ ചതുപ്പിന്റെ ഭാഗമായ വളന്തക്കാട് ദ്വീപ് പുനഃസൃഷ്ടിക്കാനാവാത്ത കണ്ടൽ ചെടികളുള്ള തണ്ണീർത്തടമാണ്. വളന്തക്കാട്ടിൽ 15 തരം കണ്ടലുകളും 27 തരം മത്സ്യങ്ങളുമുണ്ട്. വിസ്തൃതമായ ഈ ചതുപ്പ് നികത്തുന്നത് 4 നിയമങ്ങളുടെ ലംഘനമാകും. 400 ഏക്കറിലാണ് ശോഭ ഹൈടെക് സിറ്റി വരുന്നത്. വളന്തക്കാട് ദ്വീപിന് ആകെ 250 ഏക്കർ മാത്രമേ വിസ്തീർണമുള്ളൂ. ബാക്കി സ്ഥലം കായൽ നികത്തി കണ്ടെത്തേണ്ടി വരും. ഇതിനായി കുന്നിടിക്കുകയും വേണം. ഇതിന് സർക്കാർ അനുമതി നൽകരുത്. പരിസ്ഥിതി ആഘാത പഠനം നടത്തണമെന്നും സമിതി അംഗീകരിച്ച അന്തിമ ശുപാർശ വ്യക്തമാക്കുന്നു. SR സഞ്ജീവ്, മനോരമ ന്യൂസ്,